ചേച്ചി എന്താണ് ഇവിടുത്തെ വിഷയം? എടാ ഇയാൾ എന്നോട് എപ്പോഴും വഴക്കിടുവാടാ. എന്റെ കൈയൊക്കെ തിരിച്ചോടിക്കൂ. എടാ കുച്ചിക്കട, ഇനി നീ തോമയുടെ പെങ്ങളുടെ കൈ കയറി പിടിച്ച നിന്റെ തല നടുറോട്ടിൽ കൂടെ ഉരുളും. പിന്നെ ഇതെന്റെ പുതിയ റൈവൻ ഗ്ലാസ്, ഇത് നീ ചവിട്ടി പൊട്ടിച്ച നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കും. എന്തുവാടാ ഇത്? അഭിനയം. അവന്റെ ഒരു അഭിനയം. എടാ നിനക്ക് കലാപരമായിട്ടുള്ള ഒരു കഴിവുണ്ടോടാ? 4 ആൾക്ക് നിന്നെ അറിയോടാ അവന്റെ ഒരു അഭിനയം. ഇനി നീ വാ തുറന്ന നിന്റെ ചെപ്പാൻകുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കും. നിന്റെ കൈയും കാലും കെട്ടിയിട്ടുണ്ട് കൊച്ചി കായൽ കൊണ്ട് തള്ളും. എന്റെ പെങ്ങളുടെ കഴുത്തി കിടക്കുന്ന താലിമാലയുടെ ബന്ധം ഞാനങ്ങ് മറക്കും. കേട്ടാ ആളിയ? അളിയ എങ്ങനുണ്ടല്ലോ എന്റെ അഭിനയം? അഭിനയായിരുന്നോ? എന്റെ ജീവൻ ഇപ്പൊ പോയേനെ. എന്റെ ദൈവമേ. എടാ നീ ഇവിടെ അഭിനയിക്കാൻ വന്നതാണോടാ? അല്ല. ഇങ്ങനെ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ നിനക്ക് വല്ല അറിയോ? അളിയൻ എന്താ അളിയ ആട്ടുംകൂട്ടി കാട്ടിക്കുന്നേ? ആട്ടുകൂട്ടി കാട്ടിക്കുന്നേ? കാട്ടിക്കൂട്ടുന്നില്ല, ഇങ്ങനെ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന നിനക്ക് എന്തെങ്കിലും അറിയോന്ന്? എനിക്കൊരു സ്വസ്ഥത തരത്തില്ല. ഒരു വാട്ടി ഒരു മുടിവ് പണിട്ടാ ഞാൻ പേച്ച് നാനേ കേൾക്ക മാട്ടേൻ. മാട്ടയാണെങ്കിൽ അത് നീ തന്നെയാ. ആളിയെന്തോ അളിയ അളിയൻ രാവിലെ എന്തോ കഴിച്ചത്? പുട്ടും തെറിവയറും. പുട്ടെന്തിനാ അളിയ തെറി പറയുന്നേ? അയ്യോ പുട്ട് തെറി പറയുന്നല്ല, ഈ പുട്ടിന്റെ പേര് ഒരു പച്ച നിറത്തിലുള്ള ചെറുപയറ്. ചെറുപയറ്. എടാ നീ ഇങ്ങനെ തിന്നോന്നറിയാൻ വന്നതാണോടാ? അല്ല ചേച്ചി, എന്താണ് ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം? എടാ ഇങ്ങനെ എന്നോട് ഓരോന്ന് പറഞ്ഞ് എന്നെ കരയിക്കുവാ. അളിയ എന്തിനാണ് അളിയ ഓരോന്ന് പറഞ്ഞ് കരയിപ്പിക്കുന്നത്? എല്ലാം കൂടെ ചേർത്ത് ഒറ്റടിക്ക് പറഞ്ഞ് ഒറ്റ കരച്ചിൽ തീർക്കാൻ പാടില്ല അളിയ. ഇയാളോട് ഞാൻ ഇന്നലെ കുക്കറിൽ കടലിട്ട് വെക്കാൻ പറഞ്ഞു. എന്തിനാ ചേച്ചി അളിയന്റെ നിക്കറി കടലിട്ട് വെക്കുന്നത്? കുക്കറിൽ കടലിട്ട് വെക്കാൻ. എന്നിട്ട് ഇയാൾ ആ കുക്കർ എടുത്തിട്ട് കടലിൽ തള്ളി. പറയുമ്പോ തെളിച്ചു പറയണം, അല്ലെങ്കിൽ ഈ വീട്ടിലെ സകലമാന സാധനങ്ങളും കടലിൽ കിടക്കും. നിങ്ങൾ എന്തിനാണ് ഈ നിസ്സാര കാര്യങ്ങൾ കടി ഉണ്ടാക്കുന്നത്? അളിയ ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയണം. പെട്ടെന്നുണ്ടാകുന്നതും ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതും എന്താണ്? മരം. എടോ മരവാഴെ, മരവല്ല വഴക്ക്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. കൈ കൊടുത്തേ. രണ്ടുപേർക്ക് സന്തോഷമായല്ലോ? ഓ സന്തോഷായി. നിനക്ക് സന്തോഷായോ? എനിക്ക് സന്തോഷായി. അല്ലടാ നിനക്ക് വലിയ തിരക്കല്ലേ? ഇല്ലെങ്കിൽ ഇവിടെ 2 ദിവസം നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. അതിനാര് പോകുന്നു? 1 മാസം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെന്താ? അതായത് അളിയ അളിയനും ചേച്ചിയും വഴക്കാന്നും പറഞ്ഞ് ചേച്ചി എന്നെ വിളിക്കുമ്പോ ഞാൻ സിനിമ സെറ്റിലായിരുന്നു. അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണമെന്ന് ഞാൻ സംവിധായകന്റെ അടുത്ത് പറഞ്ഞു. പുള്ളിക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ നിങ്ങളെ രണ്ടുപേരെ മൊത്തം കഥ പുള്ളി എടുത്ത് പറഞ്ഞു. ഇത് കേട്ടതും ഈ കഥ സിനിമയാക്കണമെന്ന് പുള്ളിക്ക് ഒരേ നിർബന്ധം. അഡ്വാൻസും തന്നു. അതിന് നിങ്ങളുടെ ജീവിത കഥ പച്ചയായിട്ട് എനിക്ക് പുള്ളിയുടെ കൈ എഴുതി കൊടുക്കണം. അതിന് ഞാൻ കുറച്ചുനാൾ ഇവിടെ കാണും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം ഇറങ്ങി പോണം.